ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ഞാൻ ഭാഗവത കഥാസാഗരത്തിലെ പ്രാരംഭ ദശകത്തിലെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഭക്തിയും നാരദ മഹർഷിയും. ഒരു ദിവസം സത്സംഗത്തിനു വേണ്ടി സനകൻ, സനന്ദനൻ, സനാതനൻ, സനത് കുമാരൻ എന്നീ മഹർഷിമാർ ബദര്യാശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ അവർ നാരദ മഹർഷിയെ കണ്ടു. അപ്പോൾ നാരദമുനി ചിന്താകുലനും അസ്വസ്ഥനുമായിരുന്നു. സനകാദികൾ മുനിയെ വന്ദിച്ചു, കുശലാന്വേഷണം നടത്തി. സദാ സന്തോഷവാനായി കാണാറുള്ള മഹർഷിക്ക് എന്തു പറ്റിയെന്ന് സനകാദികൾ അന്വേഷിച്ചു. ഒരു നിമിഷം ചിന്തയിൽ നിന്നും ഉണർന്ന മുനി സനകാദികളോട് തൻ്റെ ദുഃഖകാരണം പറഞ്ഞു. താൻ ഈയിടെ ഭൂമിയിലേക്ക് പോയപ്പോൾ പുഷ്കരം, പ്രയാഗ, കാശി, ഗോദാവരി, ഹരിദ്വാരം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു. പക്ഷേ ഒരിടത്തും സന്തോഷം അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. അധർമ്മിയായ കലിയുടെ വിളയാട്ടമാണ് എവിടെയും. സത്യം, തപസ്, ദയ, ദാനം എന്നിവയെല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് ബുദ്ധിയില്ല, എല്ലാവരും മടിയന്മാരാണ്, നുണയേ പറയൂ. ചാരിത്രശുദ്ധിയുള്ള സ്ത്രീകൾ അപൂർവം. കലിയുടെ അഴിഞ്ഞാട്ടം നിയന്ത്രിക്കാൻ കഴിവുള്ള ആരുമില്ല. ചുറ്റിക്കറങ്ങി യമുനാ തീരത്തെത്തിച്ചേർന്നപ്പോൾ അവിടെ ഒരു കാഴ്ച കണ്ടു. ഒരു ചെറുപ്പക്കാരി മണൽത്തിട്ടയിൽ മുഖം കുനിച്ചിരിക്കുന്നു. അവൾ അതീവ ദുഃഖിതയാണ്. അടുത്ത് 2 വൃദ്ധന്മാർ തളർന്നു കിടക്കുന്നു. ജീവനുണ്ടോ എന്നു പോലും സംശയം. കരഞ്ഞുകൊണ്ട് അവൾ അവരെ ശുശ്രൂഷിക്കുകയാണ്. അവർക്കു ചുറ്റും കൂടിയ 100 കണക്കിന് സ്ത്രീകൾ അവളെ ആശ്വസിപ്പിച്ചും അവർക്ക് വീശിക്കൊടുത്തും ശുശ്രൂഷയിൽ പങ്കുചേർന്നു. നാരദ മഹർഷി അടുത്തു ചെന്നു. സ്ത്രീ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു മുനിയെ വണങ്ങി. മുഖനായി നിലകൊണ്ട മഹാമുനിയെ നോക്കിക്കൊണ്ട് സ്ത്രീ മൊഴിഞ്ഞു. സ്വാമിൻ, അങ്ങയെ കാണാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നു. ദർശനം ലഭിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം ലഭിച്ചതുപോലെ. അങ്ങയുടെ സാമീപ്യം കൊണ്ട് പാപങ്ങളെല്ലാം നശിക്കാൻ ഇടവരുമെന്ന് മനസ്സ് മന്ത്രിക്കുന്നു. കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് നാരദമുനി ചോദിച്ചു, നീ ആരാണ്? നിന്റെ ദുഃഖകാരണം എന്താണ്? അവശരായി കിടക്കുന്ന വൃദ്ധന്മാരും കൂടി നിൽക്കുന്ന സ്ത്രീകളും ആരൊക്കെയാണ്? ഞാൻ ഭക്തിയാണ്. വാർദ്ധക്യം ബാധിച്ച് തളർന്നു കിടക്കുന്ന ഇവർ എൻ്റെ പുത്രന്മാരാണ്. ജ്ഞാനവും വൈരാഗ്യവും. കാലക്കേടുകൊണ്ട് എല്ലാവരും വിഷമിച്ച് നട്ടം തിരിയുകയാണ്. എന്നെ സമാധാനിപ്പിക്കാനും സഹായിക്കാനും എത്തിച്ചേർന്ന ഇവർ ഗംഗ മുതലായ നദീദേവതകളാണ്. പക്ഷേ ഇവരിലൊക്കെ സേവിക്കപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുന്നില്ല. കുണ്ഠിതത്തോടെ ഭക്തിദേവി തൻ്റെ കഥ നാരദമുനിയോട് തുടർന്നു. ദ്രാവിഡദേശത്തു പിറന്ന ഞാൻ കർണാടകത്തു വളർന്നു. മഹാരാഷ്ട്രയിലേക്ക് കടന്നപ്പോൾ അവശത വർദ്ധിച്ചു തുടങ്ങി. ഗുർജര പ്രദേശത്തെത്തിയപ്പോൾ ജരാനര ബാധിച്ച് തളർന്നു. അതോടെ കലിയുടെ പ്രേരണയാൽ നാസ്തികന്മാരുടെ ഉപദ്രവവും വർദ്ധിച്ചു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും എന്ന നിലയിൽ നാളുകൾ തള്ളി നീക്കി കഴിഞ്ഞുകൂടി. ഒരു ദിവസം ഞാനും മക്കളും വൃന്ദാവനത്തിലെത്തി. അപ്പോൾ ഒരത്ഭുതം സംഭവിച്ചു. ഞാൻ സുന്ദരിയും യുവതിയുമായി തീർന്നു. എന്നാൽ സന്തതികൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവരുടെ അവസ്ഥ ദാരുണമായിരുന്നു. തന്മൂലം ആശ്വാസത്തിനു വേണ്ടി മറ്റൊരിടം കണ്ടെത്താൻ ആഗ്രഹമുണ്ട്. ജ്ഞാനിയായ അങ്ങയോട് നേർവഴി കാട്ടിത്തരുവാൻ അപേക്ഷിക്കുന്നു. ഭക്തിയുടെ വാക്കുകൾ മഹർഷിയെ ആർദ്രഹൃദയനാക്കി. ജ്ഞാനദൃഷ്ടി കൊണ്ട് മഹർഷിയെല്ലാം തിരിച്ചറിഞ്ഞു. കലിയുഗമാണ്. സദാചാരം നശിച്ചു, യോഗമാർഗം ലോപിച്ചു. ഇവിടെ നല്ലവർക്ക് ദുഃഖിക്കുകയും കൊള്ളരുതാത്തവർക്ക് സന്തോഷിക്കുകയും ചെയ്യുന്നു. ഭക്തിയെയും മക്കളെയും ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും വിഷയാസക്തിയിൽ മുഴുകി ജീവിക്കുന്നു. ഭക്തിയുടെ വിളനിലമാണ് വൃന്ദാവനം. അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ ദേവി പൂർവ്വസ്ഥിതി പ്രാപിച്ചു. എന്നാൽ ജ്ഞാനത്തോടെയും വൈരാഗ്യത്തെയും സ്വീകരിക്കുവാൻ വൃന്ദാവനത്തിലുള്ള ആരും മുന്നോട്ട് വന്നില്ല. പക്ഷേ ആ പുണ്യഭൂമിയുടെ വൈഭവത്താൽ പുത്രന്മാർക്ക് സുഖമായി ഉറങ്ങുവാൻ അവസരം ലഭിച്ചു. അത് ദേവിക്ക് അല്പം ആശ്വാസത്തിന് വക നൽകുന്നില്ലേ? നാരദന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭക്തിക്ക് തെല്ലൊരാശ്വാസം തോന്നി. അക്കാര്യം അവൾ നാരദ മഹർഷിയോട് പറയാനും മടിച്ചില്ല. പക്ഷേ സംശയങ്ങൾ പിന്നെയും ബാക്കിയാണ്. പരീക്ഷിത്തു രാജാവ് കലിയെ എങ്ങനെ നിലനിർത്തി? അധർമ്മിയായ കലിയോട് ഭഗവാൻ എങ്ങനെ പെരുമാറി? ഭക്തിയുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ മഹർഷിക്ക് ഒട്ടും വിഷമമുണ്ടായില്ല. ശ്രീകൃഷ്ണൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ അന്നു മുതൽ കലിയുഗം ആരംഭിച്ചു.
കലികാലത്ത് ദോഷങ്ങൾ ധാരാളമുണ്ടെങ്കിലും നാമസങ്കീർത്തനങ്ങളാൽ മനുഷ്യന് ശ്രേയസ് വർദ്ധിക്കുമെന്ന സത്യം പരീക്ഷിത്തു മഹാരാജാവ് മനസ്സിലാക്കി. അതുകൊണ്ട് ദിഗ്വിജയവേളയിൽ കലിയെ രാജാവ് ദ്രോഹിച്ചില്ല. കലിക്ക് അഭയം നൽകി നാമസങ്കീർത്തനങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് നിഷ്പ്രയാസം ശ്രേയസ് സമ്പാദിച്ച് സസുഖം വാണു. കലിയുഗത്തിൽ സദാചാരങ്ങൾ പലതും നശിച്ചുപോയെങ്കിലും അത് യുഗധർമ്മമാണെന്നു കരുതി സമാധാനിക്കാം. അതിന് ആരും കുറ്റക്കാരല്ല. ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ട് ക്ഷമിച്ചിരിക്കുകയാണ്. നാരദന്റെ വാക്കുകൾ കേട്ട് ഭക്തി സന്തോഷത്തോടെ വീണ്ടും പറഞ്ഞു, അങ്ങയെ കാണാനും ഉപദേശം കേൾക്കാനും കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം. ഭക്തി കൊണ്ട് മാത്രം ഭഗവാൻ പ്രസാദിക്കുമെന്നുള്ള വാക്കുകേട്ടപ്പോൾ ഭക്തിദേവിക്കുണ്ടായ സന്തോഷത്തിനതിരില്ല. ദേവി നാരദ മഹർഷിയെ ഒരിക്കൽ കൂടി വണങ്ങി ഉപദേശം സ്വീകരിച്ചു. ബ്രഹ്മപുത്രനെ മനസ്സിലുറപ്പിച്ചു. ശ്രീമദ് ഭാഗവതം 7 നാളുകൊണ്ട് കേൾക്കുകയെന്നത് മുക്തിപ്രദമാണെന്ന് സനകാദി മഹർഷികൾ നാരദന് ഉപദേശിച്ചു. ഭാഗവതത്തെക്കുറിച്ചുള്ള അറിവ് ബ്രഹ്മാവിൽ നിന്നു നേടിക്കഴിഞ്ഞിരുന്നുവെങ്കിലും സപ്താഹ ശ്രവണവിധി നാരദൻ സനകാദികളിൽ നിന്നാണ് നേടിയത്. ഭാഗവതം കേൾക്കുവാൻ സാധിച്ചതുകൊണ്ട് പരീക്ഷിത്തു മഹാരാജാവിന് മോക്ഷം ലഭിച്ചു. കലികാലത്ത് ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ഭാഗവതശാസ്ത്രം. ശ്രവണം കൊണ്ടും പഠനം കൊണ്ടും വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകും. അപ്പോഴും പുത്രന്മാരായ ജ്ഞാനവും വൈരാഗ്യവും തളർന്നു കിടക്കുക തന്നെയായിരുന്നു. മക്കളെ ഒന്നുണർത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് അമ്മ മോഹിച്ചു. അത് അവർ നാരദനെ അറിയിക്കുകയും ചെയ്തു. ഭക്തിയുടെ വാക്കുകൾ കേട്ടപ്പോൾ നാരദൻ കരുണാമയനായ പുത്രന്മാരുടെ അടുത്തു ചെന്ന് അവരെ തലോടി ഉണർത്തുന്നതിന് ശ്രമിച്ചു. ജ്ഞാനമേ ഉണരൂ, വൈരാഗ്യമേ ഉണരൂ. മഹർഷി പുത്രന്മാരുടെ ചെവികളിൽ ഉറക്കെ പറഞ്ഞു. ഫലമില്ല. വീണ്ടും വീണ്ടും മുനി വേദവേദാഘോഷങ്ങളോടെ ഉറക്കെ ശബ്ദിച്ചു. ഗീതാമഹത്വം വ്യക്തമാക്കി. ഒരു നിമിഷം. രണ്ടുപേരും ബോധം തെളിഞ്ഞ് എഴുന്നേറ്റിരുന്നു. കണ്ണുകൾ തുടർന്നു. കോട്ടുവായിട്ട് ചുറ്റുപാടും നോക്കി. ശോഷിച്ച ശരീരം കൊക്കിനെ പോലെ വിളർത്തിരിക്കുന്നു. വല്ലാത്ത വിശപ്പ്. ശരീരം ഉണങ്ങിയ മരക്കൊമ്പ് പോലെ ഇരിക്കുന്നു. ക്ഷീണം കൊണ്ടും നിവർന്നിരിക്കുവാൻ കഴിയുന്നില്ല. വീണ്ടും കിടക്കുവാനും ഉറങ്ങുവാനുള്ള ശ്രമത്തിലാണ്. എന്തു വേണം? നാരദ മഹർഷി ചിന്തയിൽ മുഴുകി. പെട്ടെന്ന് ഒരു അശരീരി ചെവികളിൽ പതിച്ചു. മുനിശ്രേഷ്ഠ, ദുഃഖിക്കേണ്ട. അങ്ങയുടെ പരിശ്രമങ്ങൾ വിജയിക്കും. അതിന് ഒരു സൽക്കർമ്മം അനുഷ്ഠിക്കണം. സജ്ജന ശ്രേഷ്ഠന്മാരുടെ ഉപദേശം നേടണം. ഫലവത്താകും, സംശയം വേണ്ട. അശരീരി അനുസരിച്ച് വേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുവാൻ മഹത്തുക്കളെ അന്വേഷിച്ച് നാരദ മഹർഷി പുറപ്പെട്ടു. ധാരാളം പുണ്യസ്ഥലങ്ങൾ സഞ്ചരിച്ചു. വഴിക്ക് വെച്ച് കണ്ടുമുട്ടിയ മഹത്തുക്കളോടെല്ലാം അന്വേഷിച്ചു. പക്ഷേ വ്യക്തമായ മറുപടി ആരിൽ നിന്നും ലഭിച്ചില്ല. എന്തുവേണം? മഹർഷി ചിന്തയിലാണ്ടു. ഒടുവിൽ ബദരിയാശ്രമത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. യാത്ര തുടർന്നു. ബദരിയിലെത്തി ആ പുണ്യഭൂമിയിൽ തപസ്സു ചെയ്യുവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് സനകാദി മഹർഷിമാരെ കാണാനിടയായത്. അത് മഹാഭാഗ്യമായി കരുതി നാരദമുനി അവരോട് അനുഗ്രഹത്തിനും സഹായത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. താൻ കേട്ട അശരീരി പ്രകാരം അനുഷ്ഠിക്കേണ്ടതായ സൽക്കർമ്മം എന്താണെന്ന് ആരാഞ്ഞു. ഭക്തിയുടെയും മക്കളുടെയും ദുഃഖമകറ്റുവാൻ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചോദിച്ചു. അശരീരിയിൽ സൂചിപ്പിച്ച സൽക്കർമ്മം ഭാഗവതയജ്ഞമാണ്. ഭാഗവതം കീർത്തനം ചെയ്താൽ ജ്ഞാനവൈരാഗ്യങ്ങളുടെ കഷ്ടകാലം അകലും. ഭക്തിക്ക് സുഖം കിട്ടും. സനകാദി മഹർഷിമാരുടെ ഉപദേശം കേട്ടപ്പോൾ നാരദന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. മനസ്സിൽ ജ്ഞാനദീപം തെളിഞ്ഞു. ഭാഗവത സപ്താഹ മാഹാത്മ്യം വിളങ്ങി. യജ്ഞവിധികൾ മുനികുമാരന്മാർ നാരദനെ ധരിപ്പിച്ചു. വൃന്ദാവനത്തിന്റെ മഹത്വം മൂലം ഭക്തിക്ക് പൂർവസ്ഥിതി വീണ്ടുകിട്ടി. അവൾ ക്ഷീണമകന്ന് ഉന്മേഷവതിയായി. എന്നാൽ മറ്റുള്ളവരെ സ്വീകരിക്കുവാൻ ആരുമില്ലായിരുന്നു. തന്മൂലം അവരുടെ വാർദ്ധക്യവും രോഗാവസ്ഥയും തുടർന്നു. അവർ ഉറക്കത്തിന് അടിമപ്പെട്ടു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി അടുത്ത ഒരു കഥയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നമസ്തേ.